ജോസ്ലീബ, ഇവിടെ ഈ യുദ്ധം ആരംഭിച്ച ഘട്ടം മുതൽ അവിടെ നിരവധിയായ മലയാളികൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. പക്ഷേ അവിടെയുള്ള മലയാളികൾ നമ്മളെക്കാൾ വലിയ ആത്മവിശ്വാസമാണ് ആ ഘട്ടത്തിലടക്കം പ്രകടിപ്പിച്ചത്. ഒരു പക്ഷേ ഇപ്പോഴും ഇസ്രായേൽ ആക്രമിക്കുമ്പോഴും തിരിച്ച് അത്രമേൽ ശക്തമായ ഒരു ആക്രമണമൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് വേണം മലയാളികളുടെയൊക്കെ പ്രതികരണം, അതായത് ഇസ്രായേലിൽ തുടരുന്ന മലയാളികളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ സമാധാന കരാർ അത് ഏത് നിലയിൽ മുന്നോട്ട് പോയാലും ഹമാസിനെ ഇല്ലാതാക്കുക, അതിന് ലഭിക്കുന്ന ഏതൊരവസരവും ഇസ്രായേൽ ഇനി പ്രയോജനപ്പെടുത്തും. അങ്ങനെ ഒരു നിരീക്ഷണമാണ് ഈ പാനലിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ നിലയിൽ തന്നെ ഇനി ഇസ്രായേൽ മുന്നോട്ട് പോകുമോ? കാരണം ഈ ബെന്യാമിൻ നെതന്യാഹുവിന്റെ പല നിലപാടുകളും ആ രാജ്യത്ത് വലിയ വിയോജിപ്പുകൾ സൃഷ്ടിക്കുന്നുണ്ട്, എതിർപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പൊതുവെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് പല സ്ഥലങ്ങളിലും ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള സ്ട്രൈക്കുകൾ നടക്കുന്നുണ്ട് ഇസ്രായേലിലെ മലയാളികൾക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തുടക്കത്തിലെ തന്നെ ഒരു ഭീതിയില്ല. ഇപ്പൊ പല ആളുകൾക്കും ഇങ്ങനെ ഒരു സീസ് ഫയർ മാറി ഹമാസിനെ അറ്റാക്ക് ചെയ്തെന്നുള്ള വിവരം പോലും അറിയാത്ത ഒത്തിരി ആളുകളുണ്ട്. ആരും അതിനൊരു കെയർ ചെയ്യുന്നില്ല ഇസ്രായേൽ പൊതുവെ. ഇസ്രായേലികളായിട്ടുള്ള പലരുമായിട്ട് ഇപ്പൊ ഫോണിൽ സംസാരിച്ച് പലരും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. ആർക്കും അതിനൊരു ഭയമില്ല. ഇനിയൊരു യുദ്ധം തന്നെ വീണ്ടും വന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു ജനങ്ങൾക്കൊട്ടും പരിഭ്രാന്തിയില്ല. യെസ്, ഒപ്പം ഈ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ എങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഹമാസിനെ കംപ്ലീറ്റ് ആയിട്ട് ഉന്മൂലനം ചെയ്തതിന് ശേഷമേ ഇനി ഇസ്രായേൽ അടങ്ങുള്ളൂ എന്നാണ് മനസ്സിലാക്കണം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ ഇസ്ലാമിക് ഒരു ജിഹാമി പ്രസ് റിപ്പോർട്ടർ ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നിൽ ഇപ്പൊ വന്നു. അതെല്ലാം ഹമാസിന്റെ അതേപോലെ ഈ കൃഷിക്കാരോടുകൂടെ ഈ ഇസ്രായേൽ ഈ പലസ്തീനിലുള്ള ഫെൻസിങ്ങിന്റെ അടുത്തേക്ക് പോലും വരരുതെന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. കൃഷിയിടങ്ങളിൽ പോലും ഫെൻസിങ് അതിന്റെ അടുത്ത് പോലും വരരുത്. സ്കൂളുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്തു ഉണ്ടായിരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതൊക്കെയാണ്. അതായത് ഒരു പക്ഷേ വരും ദിവസങ്ങളിലോ മണിക്കൂറുകളിലോ ഒക്കെ ഇതുപോലുള്ള ആക്രമണങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. തുടരാനായിട്ട് സാധ്യത വെച്ചാൽ ഇസ്രായേൽ ഈ ഹമാസ് ലീഡേഴ്സ് എവിടെ മീറ്റിംഗ് നടത്തുന്നോ, എനിക്ക് ഇസ്രായേലിലെ സ്പൈസ് ഇവിടെ പലസ്തീനിലും ഗാസയിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ ആ കറക്റ്റ് സ്പോട്ടിലാണ് മിസൈൽ അറ്റാക്ക് നടത്തുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഹമാസിന്റെ ഭാഗത്തു നിന്ന് മീറ്റിംഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ ആ സ്ഥലത്തൊരു അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, അവിടെ ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ജോസ്ലീബ സൂചിപ്പിക്കുന്ന പോലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പ്രതികരണം. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. അത് ആക്രമണം പുനരാരംഭിച്ചു എന്ന നിലയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ആക്രമണത്തിന്റെ, അതായത് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ അവിടെ വടക്കൻ ഗാസയിൽ ആക്രമണം നടന്നു, ഗാസ സിറ്റിയിൽ ആക്രമണം നടത്തുന്നു, മധ്യ ഗസയിൽ ആക്രമണം നടത്തുന്നു, തെക്കൻ ഗസയിലെ ദേർ അൽ ബല മേഖലയിൽ ആക്രമണം നടത്തുന്നു, റഫയിൽ ആക്രമണം നടത്തുന്നു, ഖാൻ യൂനിസിൽ ആക്രമണം നടത്തുന്നു. അപ്പോൾ എല്ലാ മേഖലകളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം എന്ന് പറയുമ്പോൾ ഇവിടെ ജോസ്ലീബ സൂചിപ്പിക്കുന്ന പോലെ ഈ ഹമാസ് ലീഡേഴ്സിന്റെ മീറ്റിംഗ് നടക്കുന്നു, അവിടെ മാത്രമാണ് ലക്ഷ്യം വെച്ചത് എന്ന് പറയാൻ സാധിക്കുമോ? ഇതിപ്പോൾ ഒരു അതിശക്തമായ ഒരു അടി എന്ന് തന്നെയല്ലേ നമുക്ക് നോക്കിക്കാണേണ്ടത്? അങ്ങനെ തന്നെ നോക്കിക്കാണാൻ സാധിക്കൂ ശ്രീ അഭിലാഷ്. ഇവിടെ ഈ ആക്രമണത്തിൻ്റെ രീതിശാസ്ത്രം ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇസ്രായേലിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് ഗാസയുടെ 365 ചതുരശ്ര കിലോമീറ്ററുള്ള ഗാസയുടെ ഏതാണ്ട് എല്ലാ ഭാഗത്തേക്കും ഏതാണ്ട് വിന്യസിക്കുന്ന ഒരു ആക്രമണം തന്നെയാണ് കാണുന്നത്.